അസ്സലാമു അലൈക്കും ഉസ്താദേ. 150 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹലാലായ യാത്രയാണ്. പക്ഷേ ആസർ നിസ്കരിക്കാനാകുമ്പോൾക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തും. അങ്ങനെയുള്ള ആൾക്ക് ജംഅ് തഅഖീറിന് വകുപ്പുണ്ട് എന്തെങ്കിലും? ഒന്ന് അറിഞ്ഞ തരക്കില്ല. 150 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഖസ്റും ജമും അനുവദനീയമായ യാത്രക്കാരൻ അസറാകുമ്പോത്തിന് തിരിച്ചെത്തുമെങ്കിലും അയാൾക്ക് ജമ പറ്റുമോ എന്നാണ് ബഹുമാന്യരായ ജലീൽ അഷ്റഫിയുടെ ചോദ്യം. ഒരു ഉദാഹരണം തന്നെ പറയട്ടെ. ഈ ജലീൽ അഷ്റഫി എന്ന വ്യക്തി പെരിന്തൽമണ്ണക്കടുത്ത് നെമ്മിനി എന്ന പ്രദേശത്തുകാരനാണ്. അദ്ദേഹം അവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്നു എന്ന് സങ്കല്പിക്കുക. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പെരിന്തൽമണ്ണ എത്തുമ്പോഴേക്ക് ളുഹർ ബാങ്ക് കൊടുക്കും. എന്നാൽ ളുഹറും അസറും പെരിന്തൽമണ്ണ വെച്ച് മുന്തിച്ച് ജംഉം ഖസ്റുമാക്കി അയാൾക്ക് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചിട്ട് കോയമ്പത്തൂർ 2 മണിയാകുമ്പോഴേക്ക് എത്തി എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നാലും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് മാത്രമല്ല, ജമ്മും ഖസ്റുമായി പെരിന്തൽമണ്ണ നിസ്കരിച്ചതിൻ്റെ ശേഷം കോയമ്പത്തൂരിലേക്ക് ഇന്ന് യാത്ര പോകാൻ പറ്റില്ല എന്ന വിവരം കിട്ടിയപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് അദ്ദേഹം നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് 2 മണിയാകുമ്പോഴേ വീട്ടിൽ തിരിച്ചെത്തി. എന്നാലും ഖസ്റും ജമുമാക്കിയ ളുഹറിനെയോ അസറിനെയോ അയാൾ ഇനി രണ്ടാമത് മടക്കേണ്ടതില്ല. അസറിൻ്റെ ശേഷം അസറും നിസ്കരിക്കേണ്ടതില്ല. തൊട്ടടുത്ത് പള്ളിയുണ്ട്, ബാങ്കും ഇഖാമത്തും ജമാഅത്തും കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് അയാളെ വീട്ടിൽ നിൽക്കാം. ഈ പറഞ്ഞതിൽ നിന്ന് മസല മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് ഉപചോദ്യം ആവാം.